സിന്തോൾ ഈ സബ്സ്റ്റൻസ് എന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയുന്നത്, സിന്തോൾ എന്ന് പറയുന്ന ഒരു സ്റ്റെറോയിഡോ ഒരു ന്യൂട്രീഷനോ ഒന്നുമല്ല, ഒരു ഓയിലാണ്, ഒരു തരം ഓയിൽ. ഇത് നമ്മളെ ബോഡിയിലേക്ക് ഇഞ്ചക്ട് ചെയ്യലാണ്. ചില ബോഡി ബിൽഡേഴ്സ് ഇത് ബോഡിയിൽ ഇഞ്ചക്ട് ചെയ്തിട്ട് മസിൽ ഫൈബേഴ്സിന്റെ ഇടയ്ക്കേക്ക് ഈ ഓയിൽ ഇറങ്ങിയിട്ട് അത് വലുതാക്കും. മസിൽ ഫൈബറിനെ വലുതായ പോലെ തോന്നിക്കുന്നു. അതാണ് ഈ സിന്തോൾ യൂസ് ചെയ്തിട്ട് അവർ ചെയ്യുന്നത്. സിന്തോൾ യൂസ് ചെയ്ത് മസിൽ ബിൽഡ് ചെയ്ത 5 ബോഡി ബിൽഡേഴ്സിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, ഗ്രെഗ് വാലന്റീനോ എന്ന് പറഞ്ഞ ബോഡി ബിൽഡറാണ്. ഇയാളെ ബൈസെപ്സ് 28 ഇഞ്ചാണ്. ഈ 28 ഇഞ്ച് ബൈസെപ്സ് ഒരിക്കൽ ടിയർ ആയിട്ട് അതിന് സിന്തോൾ പുറത്തേക്ക് വന്നത്. രണ്ടാമത്തെ ആള് മുസ്തഫ ഇസ്മായിൽ. ഇദ്ദേഹത്തിന്റെ ബൈസെപ്സ് 31 ഇഞ്ചാണ്. എന്നാൽ ഇയാൾ അഡ്മിറ്റ് ചെയ്യില്ല ഇയാൾ സിന്തോളിൽ കുത്തിയിട്ടുണ്ട്. ഇയാൾ പറയല് ചിക്കനും മുട്ടയും കൊണ്ടാണ് എന്റെ ബൈസെപ്സ് ഇത്ര വലുതായിനാണ്. മൂന്നാമത്തെ ബോഡി ബിൽഡർ റിച്ച് പിയാന. ഇയാളൊരു ഫേമസ് ബോഡി ബിൽഡറാണ്. ഇയാൾ ബോഡി ബിൽഡ് കോമ്പറ്റീഷനൊക്കെ ഇറങ്ങുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം ആംസിനും ഡെൽസിനുമാണ് ഇത് ഇഞ്ചക്ട് ചെയ്യല്. ബോഡി ബിൽഡിംഗ് ഷോക്ക് മുമ്പ് കുറച്ചും കൂടി സ്ട്രെച്ച് ഈ ഡെൽസിനും ആംസിനും കാണിക്കാനാണ് ഇയാൾ യൂസ് ചെയ്യല്. നാലാമത്തെ ബോഡി ബിൽഡറാണ് റൊമാരിയോ ഡോസ് സാന്റോസ് ആൽവസ്. ബ്രസീലിയൻ ഹൾക്ക് എന്നാണ് അറിയപ്പെടുന്ന ബ്രസീലിയൻ ബോഡി ബിൽഡർ. ലാസ്റ്റ് ബോഡി ബിൽഡർ ക്ലോസ് ഡോറിംഗ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. ഇയാൾ 90s ഉണ്ടായ ബോഡി ബിൽഡറാണ്. ഇയാളുടെ ആംസ് കണ്ടാൽ അറിയാം ബലൂണ് പോലെ ഉണ്ടായാല്. സിന്തോൾ എന്ന് പറഞ്ഞ സാധനം വളരെ ഡേഞ്ചറസ് ആയ സാധനമാണ്. നമ്മളെ മസിൽ ടിഷ്യൂവിനെ പെർമനന്റ് ആയിട്ട് ഇത് ഡിസ്ട്രോയ് ചെയ്യും.